നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുറഞ്ഞ ചെലവിൽ വൻ ലാഭം, കൈ നിറയെ സമ്പാദിക്കാൻ ഈ കൃഷി തിരഞ്ഞെടുക്കാം. ഗ്രോ ബാഗിലോ ചട്ടിയിലോ വളർത്താം. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പച്ചപ്പയർ. വിറ്റാമിൻ സി, കെ, എ, പൊട്ടാസ്യം എന്നിവയാൽ സമ്പുഷ്ടമായ പയർ ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. പലരും തങ്ങളുടെ അടുക്കള തോട്ടങ്ങളിൽ പയർ വളർത്താറുണ്ട്. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ പയർ കൃഷി ചെയ്യാൻ കഴിയും. വിത്ത് നേരിട്ട് തടങ്ങളിൽ പാകുകയാണ് പതിവ്. വിത്ത് നടുന്നതിന് മുൻപ് അരമണിക്കൂർ വെള്ളത്തിലോ സൂഡോമോണസ് 20% വീര്യത്തിൽ ലൈനിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിൽ നടരുത്. തടത്തിൽ നനവുണ്ടാകണം. നട്ടതിന് ശേഷം ചെറിയ തണൽ തടത്തിൽ നൽകണം. വിത്ത് പാകി തൈ ആകുമ്പോൾ പറിച്ച് നടാം. അങ്ങനെ തൈ പറിച്ച് നടുകയാണെങ്കിൽ മുളച്ച് 2 ആഴ്ച കഴിഞ്ഞ ശേഷം മാറ്റി നടാം. ചെടി വളർന്ന് 3 ആഴ്ചയ്ക്ക് ശേഷം കടലപ്പിണ്ണാക്ക് വളമായി നൽകാം. ചെടി ഒന്നിന് 50 മുതൽ 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ നിന്നും ഒരടി മാറി മണ്ണ് മാറ്റി ഇട്ട് കൊടുക്കാം. 2 ആഴ്ച കൂടുമ്പോൾ സൂഡോമോണസ് 20% വീര്യം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് എന്നിവ വെള്ളത്തിൽ 4 ദിവസം ഇട്ട് പുളിപ്പിച്ച ശേഷം നേർപ്പിച്ച് വളമായി നൽകാം. നല്ല വിളവിന് കൃത്യമായ ജലസേചനം ഉറപ്പുവരുത്തണം. തടത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. കീടബാധയെ പ്രതിരോധിക്കാൻ തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചെടുക്കുക. ഇടയ്ക്ക് വേപ്പെണ്ണ എമൽഷൻ 1 ലിറ്റർ വേപ്പെണ്ണയിൽ 60 ഗ്രാം ബാർ സോപ്പ്, ഡിറ്റർജൻ്റ് അല്ലാത്തത്, 1/2 ലിറ്റർ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് എമൽഷൻ തയ്യാറാക്കാം. ഇത് 10 മുതൽ 12 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിൽ തളിക്കാവുന്നതാണ്. വള്ളി വീണു തുടങ്ങുമ്പോൾ താങ്ങ് നൽകി പടർത്തുന്നത് കായ്ഫലം വർദ്ധിപ്പിക്കും. എല്ലാ സമയത്തും വിളവെടുക്കാൻ പറ്റുന്ന പച്ചക്കറിയാണ് പയർ. വിത്ത് വിതച്ച് 50 മുതൽ 60 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകും. കായകൾ മൂപ്പെത്തുന്നതിന് മുൻപായി ഇളം പ്രായത്തിൽ പറിച്ചെടുക്കുന്നതാണ് നല്ലത്. കേരളത്തിൽ നാടൻ പച്ചപ്പയറിന് 1 കിലോയ്ക്ക് ഏകദേശം 100 രൂപ മുതൽ 120 രൂപ വരെയാണ് വില. നമുക്കെല്ലാവർക്കും വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പയർ. അതിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ആവശ്യമില്ല, വലിയ ചിലവുമില്ല, നമുക്ക് നിഷ്പ്രയാസം ചെയ്തെടുക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടുന്നതാണ്. അപ്പോൾ A to Z കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.